ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജെലാറ്റിൻ ആണ്. ജെലാറ്റിൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചൈന ഗ്രാസ് വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൊക്കോ പൗഡർ ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് 500 ml ആണ്. ഇനി പഞ്ചസാര അലിയുന്ന വരെ നിങ്ങൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇത്തിരി പാലിൽ മിക്സ് ആക്കിയിട്ട് ഒഴിച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. ഞാനിവിടെ 30 ഗ്രാം മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റും എടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് അലിയുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ടിയാവും. അപ്പോൾ ഞാനിപ്പോൾ മിക്സ് ചെയ്തെടുത്ത ജെലാറ്റിൻ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇടുക, പിന്നെ നമ്മളിപ്പോൾ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് മെൽറ്റ് വരുന്ന വരെ നിങ്ങൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾക്കിനി ഫ്ലെയിം ഓഫ്. ഇതിപ്പോൾ ഞാൻ ചൂടാറാൻ ഇത്തിരി നേരം വെച്ചതിന് ശേഷം ഫ്രീസറിലേക്ക് 2 to 3 മണിക്കൂറാണ് ഞാൻ ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് ഡിമോൾഡ് ചെയ്യുകയാണ് ഞാൻ. അപ്പോൾ ഞാനിത് വളരെ ചെറിയ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നല്ല സ്മൂത്ത്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നല്ല ടേസ്റ്റി ഉണ്ട്. ഇത് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.